9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 9th വീഡിയോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ക്യാപ്പിലാരിറ്റിയെ കുറിച്ച് പഠിക്കാം. ക്യാപ്പിലാരിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം, ഒരു ലിക്വിഡിൻ്റെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? താഴേക്കാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. താഴേക്കാണ് അതിൻ്റെ ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്, ലിക്വിഡിൻ്റെ ഭാരം മൂലം. എന്നാൽ ചെറിയ സുഷിരങ്ങളിൽ കൂടി, സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടി ഈ ഒരു വെയിറ്റിനെ, ഈ ഒരു താഴേക്കുള്ള ഫോഴ്സിനെ അതിജീവിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകാനും പിന്നെ അതുപോലെ തന്നെ താഴേക്ക് അല്പം താഴേക്ക്, ആ ലെവലിന് അല്പം താഴേക്ക് താഴ്ന്നു നിൽക്കാനും ലിക്വിഡിനുള്ള ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ഈ ക്യാപ്പിലാരിറ്റിക്ക് എക്സാമ്പിൾ നമ്മൾ നിത്യജീവിതത്തിൽ ഇഷ്ടംപോലെ കാണാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് മഴക്കാലമല്ലേ. മഴക്കാലത്ത് നമ്മുടെ വീടിൻ്റെയൊക്കെ ചുവരൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അവിടെ നനവ് കാണാം അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്? മഴക്കാലമാണ്. മഴ പെയ്തിട്ടുള്ള ആ ഒരു ജലാംശം ഭിത്തിയുടെ സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടെ കടന്ന് അതിൻ്റെ പുറഭാഗത്ത് വന്ന് നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന നനവ്. അപ്പോൾ ഈ സൂക്ഷ്മങ്ങളായ സുഷിരത്തിൽ കൂടി ഈ താഴേക്കുള്ള ഫോഴ്സിനെ അതിജീവിച്ചുകൊണ്ട് ജലതന്മാത്രകൾ കയറിപ്പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ, ഇപ്പം നിലവിളക്കാണെങ്കിലും ശരി, മണ്ണെണ്ണ വിളക്കാണെങ്കിലും ഒക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കത്തിക്കുന്നത്? ഒരു മണ്ണെണ്ണ വിളക്കിലാണെങ്കിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ഏകദേശം പകുതി ഭാഗത്ത് നമ്മൾ മണ്ണെണ്ണ എടുക്കുന്നു, തിരി തെറുത്ത് ഇടുന്നു, അതിൻ്റെ മുകൾ ഭാഗം കത്തിക്കുന്നു. കത്തിക്കുമ്പോൾ ആ തിരി കത്തി നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ മണ്ണെണ്ണ ഈ തിരിയിലൂടെ മുകളിലേക്ക് കയറി വന്നാൽ മാത്രമേ ആ തിരി കത്തി നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ തിരി കത്തി നിൽക്കും. മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി ഭാഗമെങ്കിലും ആ വിളക്കിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ തിരി കത്തി നിൽക്കും. അതിനർത്ഥം ആ മണ്ണെണ്ണ ആ തിരിയിലൂടെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പം താഴേക്ക് ആ മണ്ണെണ്ണയുടെ ആ ഒരു വെയിറ്റ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ താഴേക്കുള്ള ആ ഫോഴ്സിനെ അതിജീവിച്ചുകൊണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ ആ ഒരു തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് ഉയർന്നു വരുന്നത് കൊണ്ടാണ് തിരി കത്തി നിൽക്കുന്നത്. അതുപോലെ നിലവിളക്കിലാണെങ്കിൽ നമ്മൾ നിലവിളക്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് തിരി തീർത്ത് ഇട്ട് കഴിയുമ്പോൾ, തിരി കത്തിച്ച് കഴിയുമ്പോൾ ആ നിലവിളക്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ തിരി കത്തി നിൽക്കുകയുള്ളൂ. നിലവിളക്കിൽ ആ തിരി കത്തി നിൽക്കണമെങ്കിൽ വെളിച്ചെണ്ണ ആ തിരിയിലൂടെ അരിച്ച് അതിൻ്റെ ഭാഗത്തേക്ക് ചെല്ലണം. അങ്ങനെയും ചെല്ലുന്നുണ്ട്, അതുകൊണ്ടല്ലേ തിരി കത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 2-3 എക്സാമ്പിൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ദ്രാവകങ്ങൾക്ക് സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടി, ഇപ്പം ആ തിരിയിലാണെങ്കിൽ കോട്ടൺ തുണിയാണ് നമ്മൾ തെറുത്ത് തിരിയായിട്ടിടുന്നത്. ആ കോട്ടൻ്റെ നേർത്ത കുഴലുകളാണ്. ആ ഒരു നാരിൽ കൂടി, ആ നാരിൽ കൂടി എന്ത് കയറിപ്പോകും? വെളിച്ചെണ്ണ കയറി ഇങ്ങനെ പോകും. വെളിച്ചെണ്ണ ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് ആ ഒരു നേർത്ത നാരിൽ കൂടി കയറി അതിൻ്റെ അഗ്രഭാഗത്തേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ ഒരു സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടി ദ്രാവകങ്ങൾക്ക് ഉയർന്നു പോകാനുള്ള ആ ഒരു കഴിവിന് പറയുന്ന പേരാണ് ക്യാപ്പിലറി റൈസ്. ദ്രാവകങ്ങൾക്ക് ക്യാപ്പിലറി റൈസ് മാത്രമേ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വേണ്ടത് 2 ബോയിലിംഗ് ട്യൂബുകളും 2 ക്യാപ്പിലറി ട്യൂബുകളുമാണ്. ബോയിലിംഗ് ട്യൂബ് എന്താണെന്ന് അറിയാമല്ലോ. ടെസ്റ്റ് ട്യൂബിനെക്കാട്ടി കുറച്ചുകൂടി കട്ടിയുള്ള ഗ്ലാസ് ട്യൂബ്സിനാണ് ബോയിലിംഗ് ട്യൂബ്സ് എന്ന് പറയുന്നത്. 2 ബോയിലിംഗ് ട്യൂബ്സ്, ഒരേ ഡയമീറ്ററുള്ള 2 ബോയിലിംഗ് ട്യൂബ് എടുക്കുന്നു. 2 കനം കുറഞ്ഞ, ക്യാപ്പിലറി ട്യൂബ് എന്ന് വെച്ചാൽ എന്താ? നേർത്ത കനം കുറഞ്ഞ 2 ട്യൂബുകളും എടുക്കുന്നു. ഒന്നാമത്തെ ട്യൂബ്, രണ്ടാമത്തെ ട്യൂബ്. ഈ ഒന്നാമത്തെ ഈ എ എന്നുള്ള ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ മെർക്കുറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ക്യാപ്പിലറി ട്യൂബുകൾ 2 എടുക്കണം. എന്നിട്ട് ആ ഒന്നാമത്തെ ക്യാപ്പിലറി ട്യൂബ് എയിലും രണ്ടാമത്തെ ക്യാപ്പിലറി ട്യൂബ് ബിയിലും ഡിപ്പ് ചെയ്യുന്നു. ഒരേ കനമാണേ. ഇത് ഞാൻ വരച്ചപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒരേ കനത്തിലുള്ള നേർത്ത ട്യൂബുകളാണ്. എന്നിട്ട് ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കറിയാം, ഈ വെള്ളത്തിൻ്റെ ഒരു വെയിറ്റ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ താഴേക്കുള്ള ആ ഒരു ഫോഴ്സിനെ അതിജീവിച്ചുകൊണ്ട് വാട്ടർ ഈ ഒരു ട്യൂബിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. മുകളിലേക്ക് ഉയർന്നു വന്ന ഒരു നിശ്ചിത ലെവലായതിനു ശേഷം അത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്മൾ മെർക്കുറി അല്ലേ എടുത്തേക്കുന്നത്. മെർക്കുറി ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? അതായത് വാട്ടർ എടുത്തിരിക്കുന്ന ആ ഒരു ട്യൂബിൽ വാട്ടർ ഈ ഒരു ട്യൂബിൽ കൂടി കയറി
മുകളിൽ വന്നിട്ട് ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ യു ഷേപ്പിൽ വളഞ്ഞ് ഒരു കുഴി പോലെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. മെർക്കുറി ആണെങ്കിൽ ദാ ഇവിടെ ഇങ്ങനെ കുറച്ച് താഴ്ന്നിട്ട് ട്യൂബിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. മെർക്കുറി ഇതാ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണെങ്കിൽ ഇങ്ങനെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? ഇത് ക്യാപ്പിലറി റൈസ് ആണ്. ക്യാപ്പിലറി ട്യൂബിലൂടെ വാട്ടർ ഉയർന്നു വന്നു. ഇതിന് പറയുന്നത് ക്യാപ്പിലറി റൈസ്. ഇവിടെ മെർക്കുറി കാണിച്ചതോ ക്യാപ്പിലറി ഡിപ്രഷൻ. അപ്പോൾ ലിക്വിഡ്സിന് നേരത്തെ ട്യൂബിലൂടെ ഉയർന്നു മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനായിട്ടും സാധിക്കും, അവയുടെ സ്വഭാവത്തിനനുസരിച്ച്. ഈ ഒരു സ്വഭാവത്തിന് പറയുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ലിക്വിഡ്സ് ചിലത് ക്യാപ്പിലറി റൈസ് കാണിക്കും, ചിലത് ക്യാപ്പിലറി ഡിപ്രഷൻ കാണിക്കും. ഇവിടെ വാട്ടർ ക്യാപ്പിലറി റൈസ് ആണ് കാണിച്ചത്, മെർക്കുറി ക്യാപ്പിലറി ഡിപ്രഷൻ ആണ് കാണിച്ചത്. ഇനിയും എന്തുകൊണ്ടാണ് ക്യാപ്പിലാരിറ്റി ഉണ്ടാവുന്നത് എന്ന് പഠിക്കാനായിട്ട് നമുക്ക് 2 തരത്തിലുള്ള ഫോഴ്സുകളെ കുറിച്ച് പഠിക്കണം. ഏതൊക്കെയാണെന്ന് അറിയാമോ? കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും. എന്താണ് കൊഹസീവ് ഫോഴ്സ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരാണ് കൊഹസീവ് ഫോഴ്സ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരാണ് അഡ്ഹസീവ് ഫോഴ്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ സർഫസ് ടെൻഷൻ എന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് സർഫസ് ടെൻഷൻ? ഒരു ബീക്കറിൽ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഒരു വാട്ടർ മോളിക്യൂളിന് എല്ലാ ഡയറക്ഷനിൽ നിന്നുമുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സർഫസിലുള്ള ഒരു വാട്ടർ മോളിക്യൂളിന് താഴേക്ക് മാത്രമേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നുള്ളൂ. കാരണം എന്താണ്? സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ മുകളിൽ വേറെ വാട്ടർ മോളിക്യൂൾസ് ഒന്നുമില്ല, താഴെ മാത്രമേ ഉള്ളൂ വേറെ വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ താഴേക്ക് മാത്രമേ അതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് വാട്ടർ സർഫസ് എപ്പോഴും ഒരു വലിഞ്ഞ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ നിൽക്കുന്നു എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. സർഫസ് ടെൻഷൻ എന്നാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. അപ്പോൾ ഈ സർഫസ് ടെൻഷന് കാരണം എന്താണ്? വാട്ടർ മോളിക്യൂൾസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ്. അവിടെ വാട്ടർ മോളിക്യൂൾസ് ആണ്, ഒരേ ഇനം തന്മാത്രകളാണ് പരസ്പരം അട്രാക്റ്റീവ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. അതൊരു കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. ഇനിയും ഈ ഒരു ബീക്കറിന്റെ സൈഡിലുള്ള ഒരു വാട്ടർ മോളിക്യൂളിനെ ഒന്ന് കൺസിഡർ ചെയ്തേ. ആ ഒരു വാട്ടർ മോളിക്യൂളിന് റൈറ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റിലോട്ട് വേറെ വാട്ടർ മോളിക്യൂൾസ് കാണും. എന്നാൽ അതിന്റെ ഇങ്ങേ സൈഡിലോ ബീക്കറാണ്. ആ ബീക്കർ ആ ഒരു വാട്ടർ തന്മാത്രയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കും. ബീക്കർ എന്ത് മെറ്റീരിയൽ ആണോ എടുത്തത്, ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് നമ്മുടെ വാട്ടർ മോളിക്യൂളിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കും. അത് ഒരേ ഇനം മോളിക്യൂളാണോ? അല്ല, ഒന്ന് വാട്ടറും മറ്റേത് ഗ്ലാസുമാണ്, അല്ലേ? അങ്ങനെ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരാണ് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അഡ്ഹസീവ് ഫോഴ്സ്. നമ്മൾ കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും പഠിച്ചു. ആദ്യം നമ്മൾ ചെയ്ത ആ ആക്ടിവിറ്റിയിലേക്ക് വരാം. അതായത് ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷനും നമ്മൾ കണ്ടുവല്ലോ. ഇപ്പം നമ്മൾ കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും പഠിച്ചു. ഇപ്പം ഈ ഒരു കേസിൽ ബോയിലിംഗ് ട്യൂബിൽ വെള്ളം എടുത്തിട്ട് അതിൽ ക്യാപ്പിലറി ട്യൂബ് ഡിപ്പ് ചെയ്തപ്പം വെള്ളം ആ ഒരു ക്യാപ്പിലറി ട്യൂബിലൂടെ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു കേസിൽ അഡ്ഹസീവ് ഫോഴ്സ്, അതായത് വാട്ടർ മോളിക്യൂൾസും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് വാട്ടർ മോളിക്യൂൾസ് തനിയെയുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് അവിടെ ക്യാപ്പിലറി റൈസ് കാണപ്പെട്ടത്. അതുപോലെ തന്നെ മെർക്കുറിയുടെ കേസിൽ മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. ഇവിടെ കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ, ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് കുറവായതുകൊണ്ട് ക്യാപ്പിലറി ഡിപ്രഷൻ ആണ് കാണപ്പെട്ടത്. ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ക്യാപ്പിലറി റൈസ് ആണ് കാണപ്പെട്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ കാണപ്പെടും. അഡ്ഹസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഈ ഒരു കേസിലെ ക്യാപ്പിലറി റൈസ് കാണപ്പെട്ടതിന് കാരണം വാട്ടർ മോളിക്യൂൾസും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് ആണ് ഇവിടെ കൂടുതൽ. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മളൊരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ആ ബോയിലിംഗ് ട്യൂബിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. 3 ക്യാപ്പിലറി ട്യൂബുകൾ നമ്മൾ ആ ബോയിലിംഗ് ട്യൂബിൽ ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കുക. ആ 3 ക്യാപ്പിലറി ട്യൂബുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? 3ന്റെ ഡയമീറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വളരെ നേരത്തെ ഒരു ക്യാപ്പിലറി ട്യൂബാണ്,
കുറച്ചുകൂടി ഡയമീറ്റർ കൂടുതലാണ്, കുറച്ചുകൂടി ഡയമീറ്റർ കൂടുതലാണ്. 3നും ഡയമീറ്ററിൽ വ്യത്യാസമുണ്ട്. ഇതിൽ ഏതിലാണ് കൂടുതൽ ക്യാപ്പിലറി റൈസ് ഉണ്ടായത്? 3 ക്യാപ്പിലറി ട്യൂബ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ ക്യാപ്പിലറി ട്യൂബിലാണ് ഏറ്റവും കൂടുതൽ ക്യാപ്പിലറി റൈസ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ഡയമീറ്റർ ഓഫ് ദ ക്യാപ്പിലറി ട്യൂബ് ഡിക്രീസസ്, ക്യാപ്പിലറി റൈസ് ഇൻക്രീസസ്. ഡയമീറ്റർ കുറയും തോറും ക്യാപ്പിലറി റൈസ് കൂടും എന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപ്പിലറി റൈസ് കുറയും എന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡയമീറ്റർ കൂടുന്തോറും ക്യാപ്പിലറി റൈസ് കുറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ക്യാപ്പിലറി റൈസ് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് താഴേക്കുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാവുകയാണെങ്കിലാണ് ക്യാപ്പിലറി റൈസ് ഉണ്ടാവുന്നത്. അതായത് അഡ്ഹസീവ് ഫോഴ്സ് താഴേക്കുള്ള ഫോഴ്സ് എന്താണ്? വാട്ടറിന്റെ വെയിറ്റ് അല്ലേ? ആ വെയിറ്റിന് തുല്യമാകുന്ന ലെവലിൽ വരുമ്പോഴാണ് അവിടെ സ്റ്റോപ്പ് ആകുന്നത്. അതായത് ഈ ഒരു ലെവലിൽ വന്നപ്പോൾ ഈ ഒരു അഡ്ഹസീവ് മുകളിലേക്കുള്ള അഡ്ഹസീവ് ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സ് എന്താ? ഇത്രയും വാട്ടർ മോളിക്യൂൾസിന്റെ വെയിറ്റ് അഡ്ഹസീവ് ഫോഴ്സിന് തുല്യമാകുന്നത് വരെ, ആ ഒരു പോയിന്റിൽ തുല്യമായി അവിടെ വരെയാണ് അതിന് ഉയർച്ച ഉണ്ടാകുന്നത്. ഈ ഒരു കേസിൽ, രണ്ടാമത്തെ കേസിൽ ഡയമീറ്റർ കുറച്ചുകൂടി കൂടുമ്പോൾ വെള്ളത്തിന്റെ ടോട്ടൽ വെയിറ്റും കൂടും അല്ലേ? അപ്പൊ താഴേക്കുള്ള ആ ഒരു വെയിറ്റിന് തുല്യമാവണം അഡ്ഹസീവ് ഫോഴ്സ്. അപ്പൊ ഇത്രയും ലെവലിൽ വെള്ളത്തിന്റെ ആവശ്യം അവിടെ വരില്ല. ഈ ഒരു ലെവൽ ആകുമ്പോഴേക്കും താഴേക്കുള്ള ഫോഴ്സും ആ അഡ്ഹസീവ് ഫോഴ്സും തുല്യമാവും. അപ്പൊ അവിടെ അത് സ്റ്റോപ്പ് ആവും. ഡയമീറ്റർ കുറച്ചുകൂടി കൂടുമ്പോഴോ താഴേക്കുള്ള ഫോഴ്സ് അത്രയും വെള്ളത്തിന്റെ വെയിറ്റ് വരും, മുകളിലേക്കുള്ള ആ ഒരു അഡ്ഹസീവ് ഫോഴ്സിന് തുല്യമാകും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ക്യാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ കൂടുന്തോറും ക്യാപ്പിലറി റൈസ് കുറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഫാർമേഴ്സ് ഒക്കെ, കൃഷിക്കാര് സമ്മർ സീസൺ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കൃഷിയിടമൊക്കെ കിളച്ചിടും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? കിളച്ചിടുമ്പോൾ മണ്ണുകൾ തമ്മിലുള്ള ആ ഒരു വിടവ് കൂടും അല്ലേ? വിടവുകൾ അതിൻ്റെ ഇടയ്ക്ക് കട്ടയൊക്കെ വന്നിട്ട് ആ ഒരു വിടവ് കൂടും. സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടിയാണ് പെട്ടെന്ന് കൂടുതൽ ക്യാപ്പിലറി റൈസ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു വിടവ് കൂടും, അതിൻ്റെ ആ ഒരു ഡയമീറ്റർ കൂടുമ്പം വെള്ളം ക്യാപ്പിലറി ഉള്ളിലുള്ള ആ ഒരു ജലാംശം കൂടുതലായിട്ട് ക്യാപ്പിലറി റൈസ് മുഖേന നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് സമ്മർ സീസണിന് മുമ്പായിട്ട് പുരയിടമൊക്കെ കിളച്ചിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിലെ ക്യാപ്പിലാരിറ്റി എന്താണെന്ന് പഠിച്ചു, ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷനും പഠിച്ചു, അതിന് കാരണം എന്താണെന്ന് പഠിച്ചു. പിന്നീട് ക്യാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ കൂടുന്തോറും ക്യാപ്പിലറി റൈസ് കുറയും എന്ന് നമ്മൾ പഠിച്ചു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ